ഡൽഹിയിൽ ഒരു അപ്രതീക്ഷിത സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞെന്ന് അറിയത്തില്ല. അതൊന്ന് ഞാൻ പറയാം. അതായത് ഡൽഹിയിൽ ഒരു ക്രോസ് വോട്ടിംഗ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതെവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലാണ്. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം, സംഭവം എന്താണ് എന്നുള്ളത്. അതായത് എം സി ഡിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എം സി ഡി ഇലക്ഷനിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന 12 സോണൽ വാർഡ്, അതായത് എം സി ഡിയിൽ എ പി ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന 2 എം സി ഡി സോണൽ വാർഡ് കമ്മിറ്റികളുടെ നിയന്ത്രണം ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 12 സോണൽ വാർഡ് കമ്മിറ്റികളിൽ ഇപ്പോൾ ബി ജെ പി 10ഉം എ പി 2ഉമായി മാറിയിരിക്കുന്നു. ഇതില് രസകരമെന്ന് പറഞ്ഞാൽ ചില കൗൺസിലർമാർ, അതായത് വെസ്റ്റ് സോണുകളിൽ ചില കൗൺസിലർമാർ ക്രോസ് ഔട്ട് ചെയ്തതായിട്ടാണ് ഇപ്പോൾ സംഭവം മാറിയിരിക്കുന്നത്. അതായത് എ പിക്ക് ഈ ഒരു തിരിച്ചടി വളരെ വലിയ തോതിൽ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിരവധി കോൺഗ്രസ് കൗൺസിലർമാരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിൽ തന്നെ ഏറ്റവും രസകരമെന്ന് പറയുന്നത് ബി ജെ പിക്ക് 10 കൗൺസിലർമാരും എ പിക്ക് 10 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 2 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും തുല്യരാണ്. ബി ജെ പിയും അതോടൊപ്പം തന്നെ എ പിയും തുല്യരാണ്. അപ്പോൾ മറുഭാഗത്ത് നിന്നുള്ള വോട്ട് വേണം. അപ്പോൾ അതിലാണ് ഈ പറഞ്ഞ തോതിൽ കോൺഗ്രസ് 2 വോട്ടുകൾ, 2 കോൺഗ്രസ് കൗൺസിലർമാർ ബി ജെ പിക്ക് വോട്ട് കുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ബി ജെ പിക്ക് 12ആയി, അവിടെ എ പി 10ഉമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ബി ജെ പിക്ക് ഭരണം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുകയാണ്. സംഭവം 24 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി അംഗം സിറ്റി സബർ പഹർഗഞ്ച് സോണിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പോൾ വരുന്നത് തന്നെ. അതിൽ 2 കൗൺസിലർമാർ ക്രോസ് വോട്ട് ചെയ്തതോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി ചെയർപേഴ്സണായി വിജയിച്ചത്. ഈ 2 കൗൺസിലർമാർ ആരാണ്? അത് മറ്റാരുമല്ല, കോൺഗ്രസിൽ നിന്നുള്ള 2 കൗൺസിലർമാരാണ് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് കുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അവിടെ പെട്ടുപോയത് എ പി ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും. എന്തായാലും കോൺഗ്രസ് ചെയ്തത് ഒരു കൊലച്ചതിയായി പോയി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എ പിയോട്. കാരണം ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ട് നടക്കുന്ന കോൺഗ്രസിലെ 2 കൗൺസിലർമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. 10-10ആയിരിക്കുന്ന സാഹചര്യത്തിൽ 2 വോട്ടുകൾ എ പിക്ക് പോവാതെ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഈ ഒരു വോട്ട് കൂടി നേടി വിജയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതൊരു അട്ടിമറി വിജയം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് ഈ പറഞ്ഞ രീതിക്ക് ബി ജെ പിക്ക് വോട്ട് കുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എ പിക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ എ പി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് എ പി ആരോപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെയേറെ കൗതുകമുണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി വിജയം ബി ജെ പി നേടിയെടുക്കുകയും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ഈ പറയുന്ന എ പിക്ക് ലഭിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. അതും കോൺഗ്രസ് കാരണം എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.